He's from Maharashtra, one of my best friend, Mahesh. So we all are badminton friends. We have a group called Smashers. So Solomon, Hari, we all are a part of that. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലിജോ ബെറ്റ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡൊണഗലിൽ തന്നെ പലവട്ടം പണ്ട് കാണണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയിട്ടില്ല. പിള്ളേരെയും കൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാൻ. അപ്പം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച് പറ്റിയില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട് സിബി പറഞ്ഞു അവരെല്ലാവരെയും കൂടെ ആയിട്ട് വന്നു, ലിജോ ഭായി അവിടെ നിന്ന് പോയി വീഡിയോ എടുക്കുക, അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞങ്ങളിന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഞങ്ങളിവിടെ വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇൻട്രൊഡക്ഷനിലൊന്നും മെൻഷൻ ചെയ്യാതെ ഞങ്ങൾ നിങ്ങളെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് അല്ലേ? അയർലൻഡിലെ ഏറ്റവും വലിയ സിയാർച്ചായ ദ ഗ്രേറ്റ് പോളറ്റാർച്ചിലോട്ടാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ലെറ്റക്കറ്റിങ്ങിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളമാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നടക്കാനുണ്ട്. പോലെ ഇതുണ്ടോ, ഇതൊരുമാതിരി മാർബിളിൻ്റെ കല്ല് പോലെ ഇരിക്കുന്നു. 2 ടൈപ്പിലുള്ള പാറ, അതിനെ ഡിവൈഡ് ചെയ്ത് കേട്ടോ. പ്രകൃതിയുടെ ഒരു കാര്യമേ. ഇവിടെ എന്തായാലും വന്ന് ആരും വരയിട്ടൊന്നും അല്ലത്. സൂപ്പർ. കല്ലിന് ഗ്രിപ്പുണ്ട്, പക്ഷെ ഈ മഴയും അങ്ങനെയൊക്കെ ഉള്ളൊക്കെ തന്നാൻ ചാൻസ് ഉണ്ട്. വാവ്, ഇതൊക്കെ സൂക്ഷിച്ചിറങ്ങുന്നതാണ് നല്ലത്. ഒന്നാമത് നീന്തൽ അറിയത്തില്ല, ഇവിടെ താഴെ വീണ് കഴിഞ്ഞാൽ നല്ല പാറക്കഷ്ണമുണ്ട്. ഒന്നുമില്ല. വെള്ളം കണ്ടോ, വെള്ളം എന്ത് ക്ലീനാണെന്നറിയാം. ഒരു അടിയിലൊരു സാധനം പോയാൽ പോലും നമുക്കറിയാൻ പറ്റും. നല്ല കാറ്റുണ്ട്. ഉണ്ടോ, ഇതാണ് ദ ഗ്രേറ്റ് ആർച്ച്. ഇതിനകത്തൂടെ അങ്ങോട്ട് നമുക്ക് നടന്നൊന്നും പോകാൻ പറ്റില്ല. ആളുകൾ പോകുന്നുണ്ടാവും, നീന്താൻ അറിയാവുന്നവരൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ നമ്മളിപ്പം പോകുന്നില്ല. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. Bring your laptop and work from here, Absolutely. Yeah. See, the water is very clear. It's almost blue. Yeah, the view is amazing.
പാരലായിട്ട് ഇവിടെ നിൽക്കാം കണ്ടോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആർച്ച് കാണത്തില്ല, പക്ഷെ അതിൻ്റെ ആ മലയുടെ ഭാഗം കാണാം. എന്ത് രസമാണെന്നറിയോ, പ്രകൃതി ഭംഗി ഭയങ്കര കേട്ടോ. പക്ഷേ ഞങ്ങൾ ഈ കണ്ണാടി വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു കറക്റ്റൊരു എന്താ പറയുക ഭംഗി വരത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെയിൽ മാറുന്നതനുസരിച്ച് കുഞ്ഞൊക്കെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നോക്കുന്നത്. എങ്കിലേ അതിൻ്റെ ഒരു എന്താ പറയുക ആ ബ്യൂട്ടിനെസ് കാണാൻ പറ്റത്തുള്ളൂ. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ക്യാമറ കൊണ്ട് കാണുന്നതും വ്യത്യാസമാണ്. ക്യാമറ കൊണ്ട് നമ്മൾ കളറും കാര്യങ്ങളും ഒക്കെ ചെയ്യും, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് ഒക്കെ ചെയ്തിട്ട് കാണിക്കുന്ന ഒരു സീനറിയാണ്. അടിപൊളി ഒരു ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണല്ലോ സ്കൂളൊക്കെ അടച്ച് പിള്ളേരെല്ലാം ഹോംവർക്കെല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി സീനറി ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇവിടെ വരെ നടക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു നല്ലൊരു വെയിലുള്ളൊരു ദിവസം, നല്ല ബ്യൂട്ടിഫുൾ ആയതുള്ള അതിൻ്റെ റോക്കിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം, തിരമാലയുടെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നോ വറീസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ലിജോ സൈനിങ് ഔട്ട് ഫ്രം ലിജോ ബെഡ്സ്.